മുൻപിൽ എത്തി നിൽക്കുന്ന വേനൽക്കാലത്തിന് ശേഷം നല്ലൊരു മഴക്കാലം നമ്മെ കാത്തിരിക്കുന്നു. 2018 മഴക്കാലവും വെള്ളപ്പൊക്കവും നാം മറന്നിട്ടില്ല. അന്നൊരു പക്ഷേ ഏറ്റവും കൂടുതൽ പഴികേൽക്കേണ്ടി വന്ന സ്ഥാപനമാണ് KSEB. KSEB ഡാമുകൾ തുറന്നുവിട്ടതാണ് വെള്ളപ്പൊക്കത്തിന് കാരണമായതെന്ന പ്രചരണം വസ്തുതകൾ മനസ്സിലാക്കാതെ മാധ്യമങ്ങളടക്കം പറഞ്ഞു വരുത്തിയിരുന്നു. ഡാമുകൾ ജലസേന പദ്ധതികളും നാടിന് പലതരത്തിലുള്ള ദോഷം വരുത്തുന്നുവെന്ന വ്യാജ പ്രചരണത്തിന് അത് വഴിമരുന്നിട്ടു. ജലവൈദ്യുത പദ്ധതികൾക്ക് ധാരാളം സാധ്യതകളുള്ള നാടാണ് കേരളം. വർദ്ധിച്ചു വരുന്ന വൈദ്യുതി ആവശ്യകത നേരിടാൻ കുറഞ്ഞ നിരക്കിൽ മെച്ചപ്പെട്ട വൈദ്യുതി ഉപഭോക്താവിന് നൽകാൻ ജലവൈദ്യുത പദ്ധതികൾ കൂടിയേ തീരൂ. ഈ സാഹചര്യത്തിൽ കേരളത്തിലെ ജലവൈദ്യുത പദ്ധതികളുടെ സാധ്യതകളെക്കുറിച്ചും അതിന്റെ വിവിധ വശങ്ങളെക്കുറിച്ചും KSEB സിവിൽ വിഭാഗം മുൻ ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയറും KSEB ഓഫീസേഴ്സ് ഫെഡറേഷന്റെ മുൻ സംസ്ഥാന പ്രസിഡന്റും സ്ട്രക്ചറൽ എഞ്ചിനീയറിംഗിൽ ഗവേഷണ ബിരുദവുമുള്ള ഡോക്ടർ PN ബിജുവുമായി ഫെഫ്കയുടെ വാർത്താ വിഭാഗം വിശദമായി ചർച്ച നടത്തുകയുണ്ടായി. യഥാർത്ഥത്തിൽ ഡാമുകളാണോ വെള്ളപ്പൊക്കത്തിന് കാരണമായത്? നമുക്ക് ഡോക്ടർ PN ബിജു സാറിന്റെ വാക്കുകൾ ശ്രദ്ധിക്കാം. അത് നമ്മൾ ഏറ്റവും പരിശോധിക്കാൻ ഏറ്റവും എളുപ്പം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പെരിയാർ നദിയിൽ വെള്ളമെല്ലാം ഒഴുകുന്നത് ഭൂത്താൻകെട്ട് ബാരേജ് വഴിയാണ്. ആ ഭൂത്താൻകെട്ടിന്റെ ബാരേജിന്റെ കപ്പാസിറ്റി എന്ന് പറഞ്ഞെങ്കിൽ അതിലൂടെ കടത്തിവിടാവുന്ന വെള്ളത്തിന്റെ അളവ് എന്ന് പറഞ്ഞാൽ 7080 മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ് ആണ് മാക്സിമം അതിലൂടെ ഒഴുകുന്നത്. നമ്മൾ ഇടുക്കിയിലെ തുറന്നുവിട്ട വെള്ളത്തിന്റെ അളവും ഇടമലയാർ തുറന്നുവിട്ട വെള്ളത്തിന്റെ അളവും ബാക്കിയുള്ള സ്കീമുകളിൽ നിന്ന് വന്ന എല്ലാ വെള്ളത്തിന്റെ അളവും കൂടെ കൂടി കഴിയുകയാണെങ്കിൽ തന്നെ ഒരു 3000 മാക്സിമം അതിൽ പോയിട്ടുള്ളൂ. ബാക്കി 4000 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ അൺറെഗുലേറ്റഡ് ക്യാച്ച്മെന്റിൽ കൂടെ ഒഴുകുന്ന വെള്ളമാണ്. ആ വെള്ളം കാരണമാണ് ഈ വെള്ളപ്പൊക്കം മുഴുവൻ ഉണ്ടായത്. നമ്മളിതിനു മുമ്പ് ഈ മഴ വരുന്നതിന് മുമ്പ് തന്നെ ഡാമിന്റെ വെള്ളം താത്തിപ്പിടിച്ചാലും ഈ അവസ്ഥ തന്നെ വരും. പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വെള്ളം പോകുന്നതനുസരിച്ച് നമ്മൾ ബാക്കി അഡീഷണൽ കൊടുക്കുകയും ബാക്കിയുള്ള അൺറെഗുലേറ്റഡ് ക്യാച്ച്മെന്റിലെ വെള്ളം കൂടെ വന്നു കഴിയുമ്പോഴത്തേക്കും ഓട്ടോമാറ്റിക്കായിട്ട് വെള്ളപ്പൊക്കം ഉണ്ടാകും. അപ്പം നമ്മുടെ ഡാമുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൂർണ്ണമായിട്ടും വെള്ളപ്പൊക്കത്തെ പ്രിവെന്റ് ചെയ്യുന്ന ഡാമുകളല്ല. നമ്മുടെ ഒരു കൺസെപ്റ്റ് അനുസരിച്ച് മഴക്കാലത്തുള്ള വെള്ളം പരമാവധി ശേഖരിച്ച് വെക്കുകയും വേനൽക്കാലത്ത് പൂർണ്ണമായിട്ട് യൂട്ടിലൈസ് ചെയ്യുകയും ചെയ്യാനുള്ളത് മെത്തഡോളജിയാണ്. അതായത് മേജർ ഡാമുകളിലെല്ലാം ഫോളോ ചെയ്യുന്നത്. ഇപ്പോഴും അത് തന്നെയാണ് ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അങ്ങനെ വന്നു കഴിയുമ്പോഴത്തേക്കും മഴക്കാലത്ത് വരുമ്പോഴത്തേക്കും ഒരു പരിധി വരെ ഇത് സ്റ്റോർ ചെയ്യുന്നതുകൊണ്ട് അതിന് താഴെവശത്തുള്ള വെള്ളം മാത്രമേ പുഴയിൽ കൂടെ ഒഴുകി വരുന്നുള്ളൂ. അതുകൊണ്ട് വെള്ളപ്പൊക്കത്തിന്റെ അളവ് കുറവായിരിക്കും, പക്ഷെ വെള്ളപ്പൊക്കം ഉണ്ടായിക്കൊണ്ടിരിക്കും. അതാണ് അതിൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ള കൺസെപ്റ്റ്. അങ്ങനെ എല്ലാ ഇതിലെടുക്കുമ്പോൾ ഒരു ഡാമും ഇല്ലാത്ത മണിമലയാറിലാണല്ലോ ഏറ്റവും കൂടുതൽ വെള്ളപ്പൊക്കം ഉണ്ടായത്. അപ്പോൾ ഡാമുകൾ കാരണം മാത്രമല്ല, അല്ലാതെയുള്ള ഏരിയയിൽ ഇത്രയും ഹൈ ഡെൻസിറ്റി അല്ലെങ്കിൽ ഹൈ ഇന്റൻസിറ്റി ഉള്ള റെയിൻഫാൾ വരുമ്പോൾ നമ്മുടെ ഗ്രൗണ്ടിലോട്ട് വലിച്ചെടുക്കാവുന്ന വെള്ളത്തിന്റെ പരമാവധി അളവ് കഴിഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ള വെള്ളം ഓട്ടോമാറ്റിക്കായിട്ട് ഒഴുകും. ആ ഒഴുകുന്ന വെള്ളത്തിന്റെ അളവനുസരിച്ചാണ് വെള്ളപ്പൊക്കം ഉണ്ടാകുന്ന കാര്യം നിശ്ചയിക്കുന്നത്. വൻകിട അണക്കെട്ടുകളിലെ ജലസംഭരണിയിലെ ജലസമ്മർദ്ദം മൂലം റിസർവോയർ ഇൻഡ്യൂസ്ഡ് സീസ്മിസിറ്റി അഥവാ പ്രേരിത ഭൂചലനങ്ങൾക്ക് സാധ്യതയുണ്ടോ? അതേപോലെ തന്നെ ഡാമുകളുടെ നിർമ്മാണം അവിടുത്തെ ഭൂഗർഭ ഘടനയെ ദോഷകരമായി ബാധിക്കുമെന്നും അത് മണ്ണിടിച്ചിലിനും ഭൂകമ്പ സാധ്യത വർദ്ധിപ്പിക്കുന്നതിനും ഇടയാകുന്നുവെന്നും പൊതുവെ കരുതപ്പെടുന്നു. ഇതിൽ വലിയ യാഥാർത്ഥ്യമുണ്ടോ? നമുക്ക് ഡോക്ടർ PN ബിജു സാറിന്റെ വാക്കുകൾ ശ്രദ്ധിക്കാം. ഇത് റിസർവയർ ഇൻഡ്യൂസ് സീസ്മിസിറ്റി എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റാണ്. തിയററ്റിക്കലായിട്ട് അത് വളരെയൊന്നും പ്രൂവ് ചെയ്തിട്ടില്ല. നമുക്ക് തന്നെ പറയാം, ഇടുക്കി ഡാമിന്റെ ഹിസ്റ്ററി തന്നെ നോക്കിക്കഴിഞ്ഞ് കാണാൻ ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ട് സീസ്മിക് സ്റ്റഡീസ് മീൻസ് എർത്ത് കുറിച്ചുള്ള സ്റ്റഡീസ് നടത്തിയൊരു സ്ഥാപനമാണ് ഇലക്ട്രിസിറ്റി ബോർഡ്. കൺസ്ട്രക്ഷൻ മുമ്പ് തന്നെ 1967 മുതൽ 64 ഇൻസ്റ്റാൾ ചെയ്തു. 67 മുതൽ കൃത്യമായിട്ട് മോണിറ്റർ ചെയ്തിട്ടുള്ള മെക്കാനിസമാണ്. അപ്പൊ അതിന്റെ പ്രാധാന്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ആർഗ്യുമെന്റ് ആണ് റിസർവയർ സീസ്മിസിറ്റി ഇൻഡ്യൂസ് ചെയ്യുന്നുള്ളത്. അപ്പം 76 മുതലാണ് നമ്മൾ വാട്ടർ സ്റ്റോറേജ് ചെയ്തു തുടങ്ങിയത്. അപ്പൊ ആ പീരീഡിലുള്ള ഒരു ഹിസ്റ്ററി എടുത്ത് നോക്കുകയാണെങ്കിൽ 76 മുതൽ 80 വരെയുള്ള ഹിസ്റ്ററി, എല്ലാ ഹിസ്റ്ററിയും ഉണ്ട്. അത് നോക്കി കഴിയുകയാണെങ്കിൽ 76, 77 വെള്ളം ഇങ്ങനെ ഫില്ല് ചെയ്ത് വന്നപ്പോഴത്തേക്കും ഒരു വർഷം കൊണ്ടോ 1284 എർത്ത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാം ലെസ് ദാൻ 2 or 3 മാഗ്നിറ്റ്യൂഡുള്ള എർത്ത് ആണ്. അത് പീക്ക് ഔട്ട് ചെയ്ത ശേഷം ഈ വെള്ളം സ്റ്റെബിലൈസ് ശേഷം ആ ഗ്രാഫ് നേരെ താഴോട്ട് വന്നിട്ട് 0 ലെവലിൽ പോയിക്കൊണ്ടിരിക്കും. ഇപ്പോൾ വാർഷികമായിട്ട് 1-2 ചെറിയ ഉണ്ടാകുന്നത് മാത്രമേ ഉള്ളൂ. അതതിൻ്റെ ഒരു ഘടകം. രണ്ടാമത് ഇവർ കമ്പയർ ചെയ്യുന്ന എല്ലാം കൊയിനെയാണ്.
മഹാരാഷ്ട്രയിലെ ഏറ്റവും വലിയ ഡാമുകളിലൊന്നാണ് കൊയ്ന ഡാം. 1963 ഇതിന്റെ പണി പൂർത്തിയായത്. 1967 ഡിസംബർ 10 കൊയ്ന ഡാമിന്റെ പരിസര പ്രദേശങ്ങളിൽ വലിയ ഒരു ഭൂചലനമുണ്ടായി. റിച്ചർ സ്കെയിലിൽ 6.3 രേഖപ്പെടുത്തിയ ഈ ഭൂചലനത്തിന്റെ പ്രഭവസ്ഥാനം ഡാമിന്റെ ഏകദേശം 5 കിലോമീറ്റർ അകലെയായിരുന്നു. 200ഓളം പേരുടെ മരണത്തിനും വ്യാപക നാശത്തിനും കാരണമായ ഒരു ഭൂചലനമായിരുന്നു അത്. ഡാമിലെ ജലസംഭരണിയിലെ ജലമർദ്ദത്തിന്റെ ഫലമായുണ്ടായ പ്രേരിത ഭൂചലനമാണ് അവിടെ ഉണ്ടായതെന്ന് പരക്കെ പ്രചരണമുണ്ടായി. പിന്നീട് ഇന്ത്യയിലും പ്രത്യേകിച്ച് കേരളത്തിലും ജലവൈദ്യുത പദ്ധതികൾ ആരംഭിക്കുന്നതിന് എതിരെയുള്ള പ്രചരണത്തിന് ഇത് ഒരായുധമാക്കപ്പെട്ടു. ഇതുവരെ നമുക്ക് കൺഫേം ചെയ്യാനായിട്ട് പറ്റിയിട്ടില്ല. അവർ റെക്ടിഫൈ ചെയ്തു, കാര്യങ്ങൾ ചെയ്തു. ഇതിനെക്കാട്ടും വലിയ പ്രൊഡക്ഷൻ അവിടെയുണ്ട്. 2400 മെഗാവാട്ടിനധികം പ്രൊഡക്ഷൻ ഇപ്പോൾ അവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവർ അത് ചെയ്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സിസ്റ്റിംഗ് റിസർവയറിൽ നിന്ന് തന്നെ ടണൽ അടിച്ചു കൊണ്ടതിൻ്റെ അടിയിൽ നിന്ന് പുതിയ ടണൽ ഉണ്ടാക്കി. അതൊരു പുതിയ മെത്തഡോട് ലേക്ക് ടാപ്പിംഗ് എന്ന് പറഞ്ഞ ടെക്നോളജി യൂസ് ചെയ്ത് അത് വെള്ളം താഴുന്ന സമയത്ത് റിസർവയറിന്റെ ഭാഗത്ത് വലിയൊരു കോൺക്രീറ്റിന്റെ ബ്ലോക്ക് ഉണ്ടാക്കി വെച്ച് എന്നിട്ട് അങ്ങേ സൈഡിൽ നിന്ന് ടണൽ ഡ്രൈവ് ചെയ്തുകൊണ്ട് പോകുന്നു. ഇതുമായിട്ട് കണക്ട് ചെയ്ത് വെച്ചു. എന്നിട്ട് ആ എത്ര വോളിയം ഓഫ് കോൺക്രീറ്റ് അവിടെ നിന്ന് മാറ്റണം എന്നുള്ള അതിന് താഴെ കൃത്യം താഴെയായിട്ട് അത് കളക്ടിങ് പിറ്റും ഉണ്ടാക്കി വെച്ചു. അതിനുശേഷം ഇതെല്ലാം കംപ്ലീറ്റ് ചെയ്ത് ഗേറ്റും കംപ്ലീറ്റ് ചെയ്ത ശേഷം ഇവരുടെ അടിയിൽ നിന്ന് ബ്ലാസ്റ്റ് ചെയ്തു. ആ വെള്ളം ഡയറക്റ്റ് ടണൽ വഴി ഒരു പവർ ഹൗസിംഗ് 1000 മെഗാവാട്ടിന്റെ സ്കീമാണ് ചെയ്തത്. അപ്പം അങ്ങനെയൊക്കെ ചെയ്തിട്ടും ഈ പറയുന്ന രീതിയിലുള്ള ഒരു സീസ്മിക് ഇൻഡ്യൂസ്ഡ് ഒന്നും വന്നിട്ടില്ല. പിന്നെ അണ്ടർഗ്രൗണ്ട് എക്സ്കവേഷൻ നമ്മൾ ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെല്ലാ കാര്യങ്ങളും ചെയ്യുമ്പോൾ ഏതെങ്കിലും ഒരു സ്റ്റഡിയുടെ അടിസ്ഥാനമാക്കിയായിരിക്കും. ഒരു എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ ഈ മലങ്കര ഡാമിന്റെ താഴെ നമ്മൾ ടോപ്പ് പവർ ഹൗസ് കൺസ്ട്രക്ട് ചെയ്തു. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യുന്ന പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഡാമിൽ വരാവുന്ന മാക്സിമം വെലോസിറ്റി, ബ്ലാസ്റ്റ് ചെയ്യുമ്പോൾ വരാവുന്ന മാക്സിമം വെലോസിറ്റി, അതിന് പീക്ക് പാർട്ടിക്കിൾ വെലോസിറ്റി എന്നാണ് പറയുന്നത്. അപ്പോൾ അതാദ്യം നമ്മൾ വർക്കൗട്ട് ചെയ്തു. അപ്പോൾ എക്സ്റ്റേണൽ ഏജൻസി NIRM എന്ന് പറഞ്ഞൊരു ഏജൻസിയെ കൊണ്ടുവന്ന് അവർ അതിനെക്കുറിച്ച് സ്റ്റഡി നടത്തി. അപ്പോൾ ഇത്ര വെലോസിറ്റി വരെ വന്നു കഴിഞ്ഞാൽ ഈ ഡാം സ്റ്റേബിൾ ആണ് എന്ന് വർക്കൗട്ട് ചെയ്തിരുന്നു. അതിനനുസരിച്ച് നമ്മൾ ബ്ലാസ്റ്റിങ്ങിന്റെ പാറ്റേൺ ഉണ്ടാക്കി, ബ്ലാസ്റ്റിങ്ങിന്റെ ക്വാണ്ടിറ്റി ഉണ്ടാക്കി, ഓരോ ബ്ലാസ്റ്റും നമ്മളിവിടെ റെക്കോർഡ് ചെയ്തു. നമ്മൾ നമ്മുടെ ആക്സിലോഗ്രാഫ് വെച്ച് ഡാമിന്റെ ടോപ്പിൽ ആക്സിലോഗ്രാഫ് വെച്ച് ഓരോ ബ്ലാസ്റ്റും റെക്കോർഡ് ചെയ്തിട്ടാണ് അത് കൺസ്ട്രക്ട് ചെയ്തത്. ഒരു ഇതിൽ പോലും പീക്ക് പാർട്ടിക്കിൾ വെലോസിറ്റിയെക്കാട്ടും കൂടുതൽ പോയിട്ടില്ല. ഇതേ രീതി തന്നെ നമ്മൾ എക്സ്റ്റേണൽ ആയിട്ട് ചെയ്ത് കൊടുത്തെന്ന് പറഞ്ഞാൽ കോഴിക്കോട് പെരുവണ്ണാമൂഴിയിലൊരു വാട്ടർ സപ്ലൈ സ്കീം ഉണ്ടായിരുന്നു. ഇതേപോലെ തന്നെ അവർ ബ്ലാസ്റ്റ് ചെയ്യുമ്പോൾ പെരുവണ്ണാമൂഴി ഡാമിന് എന്തെങ്കിലും പ്രശ്നം വരുമോ എന്ന് വെച്ചാൽ ബോർഡ് തലത്തിൽ വന്നു. അവിടെ നമ്മൾ ഈ സ്റ്റഡി നടത്തി ഓരോ വെലോസിറ്റിയും ഡിറ്റക്ട് ചെയ്തിട്ട് കൃത്യമായിട്ടുണ്ട്. അപ്പോൾ ആ ഡാമിന് എടുക്കാവുന്ന ഒരു വീക്ക് വെലോസിറ്റി ഉണ്ട്, അതിൽ താഴെ നിർത്തിക്കൊണ്ടാണ് ചെയ്യുന്നത്. അതേപോലെ ടണൽ കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു പാറ്റേൺ നമ്മൾ ഡിസൈൻ ചെയ്യും. ഓരോ പുള്ള് എത്ര വരുന്നു, ആ പുള്ള് വരുമ്പോൾ എത്ര വെലോസിറ്റി നമുക്ക് സൈഡിലോട്ടൊക്കെ വരുന്നുണ്ട്, അത് ബിൽഡിങ്സിന് വല്ല പ്രശ്നം ഉണ്ടാക്കുമോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കി അതനുസരിച്ചിട്ടൊരു ബ്ലാസ്റ്റിംഗ് പാറ്റേൺ ആണ് ചെയ്തു പോണത്. ഒരു കാരണവശാലും അങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരില്ല. പിന്നെ ചിലതെന്ന് പറഞ്ഞാൽ റോക്കിന്റെ കിടപ്പ് അനുസരിച്ച് ചിലപ്പോൾ ബ്ലാസ്റ്റ് ചെയ്യുമ്പോൾ അതിന്റെ വൈബ്രേഷൻസ് ഒക്കെ ചെന്ന് ചില വീടുകൾക്ക് ചെറിയ ക്രാക്കൊക്കെ ഉണ്ടായെന്ന് വരാം. അത് പരിഹരിച്ച് പോകാനേ പറ്റുള്ളൂ, അല്ലാതെ നമുക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല. കേരളത്തിന്റെ വൈദ്യുതി ആവശ്യകത പ്രതിദിനം വൻതോതിൽ വർദ്ധിച്ചു വരികയാണ്. നിലവിൽ നമുക്ക് ആവശ്യമുള്ളതിന്റെ ഏകദേശം 30% മാത്രമേ നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്നുള്ളൂ. ഇങ്ങനെ ഏറെ നാൾ നമുക്ക് മുന്നോട്ട് പോകാനാവില്ല. ഭാവിയിൽ പുറത്തുനിന്ന് വൈദ്യുതി വാങ്ങിക്കുന്നതിനോടൊപ്പം മറ്റു പദ്ധതികൾ നമുക്ക് കണ്ടെത്തേണ്ടി വരും. അതിലേറ്റവും പ്രധാനം തന്നെയാണ് വൻകിട ജലവൈദ്യുത പദ്ധതികൾ. അനാവശ്യ വിവാദങ്ങൾ വൻകിട പദ്ധതികൾക്കെതിരെ ഉയരുമ്പോൾ അതിന്റെ വസ്തുതകൾ പരിശോധിക്കാനാണ് ഫെഫ്കെ ഇവിടെ ശ്രമിക്കുന്നത്. ശ്രീ ഡോക്ടർ പി എൻ ബിജു സാറിന്റെ വാക്കുകളിലൂടെ നമുക്ക് കുറേയൊക്കെ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. ഇതിന്റെ തുടർ ഭാഗങ്ങളിൽ മറ്റു വശങ്ങളും പരിശോധിക്കപ്പെടുന്നതാണ്. നന്ദി, നമസ്കാരം.